പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ സഭയുടെ അഭിഷക്തൻ റെവറൻഡ് സാബു പാസ്റ്ററിനും കുടുംബത്തിനും എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ അറിയിക്കുന്നു. എസ്പെഷ്യലി ഈ സഭയിലുള്ള എല്ലാ ദൈവമക്കളെയും എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ അറിയിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പാസ്റ്ററോട് അങ്ങോട്ട് പറഞ്ഞതാണ്. ഹല്ലേലൂയ. ഞാനാ പാസ്റ്ററോട് പറഞ്ഞ, പാസ്റ്ററെ അങ്ങക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ വരാം. പ്രൈസ് ദി ലോർഡ്. കാരണം ഇതൊരു ദൈവം നടത്തിപ്പുള്ള സഭയാണ്, ആത്മാവിൽ നയിക്കുന്ന സഭയാണ്. അതുകൊണ്ടാണ് ഇവിടെ സാക്ഷ്യം വരുന്നത്. ഇന്ന് പകൽക്കാലം നിങ്ങൾ ആ സാക്ഷ്യത്തിൽ, ആ പലര് സിസ്റ്റർ പറഞ്ഞ സാക്ഷ്യത്തിൽ നിങ്ങൾ ആനന്ദിക്കുന്നുണ്ടെങ്കിൽ അടുത്തത് നിങ്ങളുടെ ഡേറ്റാണ്. കരങ്ങളടിച്ച് നമ്മുടെ അഭിഷക്തനെ ഹല്ലേലൂയ നമുക്ക് സ്വാഗതം ചെയ്യാം. ഇന്ന് പകൽക്കാലം ദൈവം തന്റെ ദാസിൽ കൂടി ഇന്ന് ഞങ്ങളുടെ ഹല്ലേലൂയ ഞങ്ങളോട് സംസാരിക്കണമേ. പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. വെൽക്കം പാസ്റ്റർ. നമുക്ക് മുഖവരകളൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് കർത്താവിൻ്റെ തിരുവചനത്തിലോട്ട് കിടക്കാം. റോമർ 6:3 ഞാൻ വായിക്കാം. റോമർ 6:3 അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഒരിക്കലും സ്നാനത്തിനെ പറ്റിയല്ല ഞാൻ പ്രസംഗിക്കുന്നത്. ഇന്ന് കർത്താവ് എന്നോട് സംസാരിക്കാൻ പറഞ്ഞ അതിൻ്റെ അകത്തെ ഒരു പദമാണ്. എന്താണ്? അല്ല, യേശു ക്രിസ്തുവിനോടുകൂടി ചേരുവാൻ. ഈ ഒരൊറ്റ പദത്തിൽ നിന്നുകൊണ്ടായിരിക്കും ഞാനിന്ന് പ്രസംഗിക്കുന്നത്. ആമേൻ. അതുകൊണ്ട് ഹൃദയങ്ങളൊക്കെ തുറന്ന് പ്രാർത്ഥനയോട് ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ ഈ ദൈവവചനത്തിൽ കൂടെ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മാറും. ആമേൻ. യേശു ക്രിസ്തുവിനോടുകൂടി ചേരുവാൻ, ആ ചേരുവാൻ മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. എന്താണ് ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാം. പക്ഷെ യഥാർത്ഥത്തിൽ ആ ചേരുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആത്മീക ഭാഗത്തൂടെ നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അർത്ഥങ്ങളുണ്ടെന്ന് നമുക്ക് ആ വചനത്തിൽ കൂടെ മനസ്സിലാവും. ആമേൻ. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ, നിങ്ങൾക്കറിയാം എൻ്റെ വീടിൻ്റെ അടുത്തൂടെ ഒരു തോട് ഒഴുകുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ പലരുടെ വീടിൻ്റെ അടുത്തുകൂടെ തോട്, അരുവികൾ ഒക്കെ ഒഴുകുന്നില്ലേ? തോട് കണ്ടിട്ടുള്ള ഒരു കരം ഉയർത്തിക്കേ. സ്തോത്രം. അരുവികളും ആറും കണ്ടിട്ടുള്ളവർ കരമൊന്ന് ഉയർത്തിക്കേ. ശരി. അപ്പോൾ ഇതൊക്കെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. തോട്, ആറ്, അരുവികൾ, ഇതെല്ലാം നമ്മൾ കാണുന്നതാണ്. പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇനി എന്നെ തന്നെ ശ്രദ്ധിച്ചിരിക്കണേ, ഒന്ന് മനസ്സിലാക്കണം. ഈ അരുവികളാണെങ്കിലും തോടാണെങ്കിലും നദിയാണെങ്കിലും ഇത് ഒഴുകി 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 എവിടെ ചെന്ന് ചേരും? കടലിൽ ചെന്ന് ചേരും. സ്തോത്രം. ഇനി എവിടൊക്കെ ഒരു തോടൊഴുകിയാലും എവിടൊക്കെ ഒരു ആറൊഴുകിയാലും അത് ഒഴുകി ചെന്ന് ചേരുന്ന ഒരിടമുണ്ട്, അത് കടലാണ്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള തോടുകളും അരുവികളും നദികളും എല്ലാം ഒഴുകി എത്തുന്ന ഒരു സ്ഥലമാണ് കടൽ. ഞാനിവിടെ നിന്നൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ അച്ചൻകോവിലാറ് ഒഴുകി 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 പല ദേശങ്ങൾ കടന്ന് ഒഴുകി കടലിൽ ചാടി. ഗംഗയും യമുനയും പെരിയാറും ഇതൊക്കെ എല്ലാ നദികളും ഒഴുകി ഒഴുകി കടലിൽ ചേരും. ആണല്ലോ? സമ്മതിച്ചോ? നിങ്ങൾ നാളെ കോവളം ബീച്ചിൽ പോയി. നിങ്ങൾ കോവളം ബീച്ചിൽ ചെന്നിട്ട് ആ കടലിൻ്റെ ആ തിരയോട് മുട്ടിയിരുന്നിട്ട് നിങ്ങൾ പറയുമോ, ദോണ്ടടാ അച്ചൻകോവിലാർ ഒഴുകുന്നു, ദോണ്ടടാ പെരിയാറ് പോകുന്നു, ദോണ്ടടാ ഞങ്ങളുടെ അത് വഴി പോകുന്ന തോടൊഴുകുന്നു? ആരെങ്കിലും പറയോ? ഹലോ, നിങ്ങൾ പിന്നെ എന്താ പറയും? കടൽ. സ്തോത്രം. നിങ്ങൾ എന്ത് പറയും? അത് കടലാണ്. അതിൻ്റെ അകത്ത് വന്ന് ചേർന്ന അരുവികളോ പുഴകളോ നിങ്ങൾക്ക് വിഷയമല്ല. എന്ന് പറഞ്ഞാൽ ആ കടലിൻ്റെ അകത്ത് വന്ന് ചേർന്ന എത്ര പ്രശസ്തിയുള്ള പുഴകളാണെങ്കിലും കടലിൽ ചേരുന്നതോടുകൂടി അതിൻ്റെ പ്രശസ്തി അവസാനിച്ചു. ഹല്ലേലൂയ. പിന്നെന്താണ്? അത് കടലായി മാറുകയാണ്. സ്തോത്രം. യേശു ക്രിസ്തുവിനോടുകൂടി ചേരുവാൻ. അങ്ങനെയെങ്കിൽ ഈ ലോകത്തുള്ള സകല പുഴകളും ഒഴുകിച്ചെന്ന് കടലിൽ ചേരുമ്പോൾ ആ പുഴയുടെ പേര് മാറി അത് കടലെന്നറിയപ്പെടും. സ്തോത്രം. അപ്പോൾ ഈ പുഴയുടെ പേര് മാറിയത് എപ്പോഴാണ്? കടലിൽ ചേർന്നത് കൊണ്ടാണ്. ആത്മീയമായിട്ട് എൻ്റെ കൂടെ കയറി വരണേ.
ആമീൻ, ആമീൻ, ആമീൻ. അപ്പോൾ ഈ കടലിൽ അച്ചൻകോവിലാറ് ചെന്ന് ചേർന്ന് കഴിഞ്ഞപ്പോൾ അച്ചൻകോവിലാറിന്റെ യാതൊരു പരിപാടികളും കടലിൽ കാണാൻ പറ്റത്തില്ല. സ്തോത്രം, സ്തോത്രം. അച്ചൻകോവിലാറിന്റെ അകത്ത് തിരകൾ, ഈ ഓളങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ കടലിന്റെ അകത്ത് ചെന്ന് ചേർന്നപ്പോൾ വൻ കപ്പലിനെ മറിക്കാനുള്ള തിരകൾ അതിന്റെ അകത്ത് എഴുന്നേക്കാൻ തുടങ്ങി. ഓഹോ, നീ ചേരേണ്ടടുത്ത് ചെന്ന് ചേർന്നാൽ, നീ ക്രിസ്തുവിൽ ചെന്ന് ചേർന്നാൽ, ഇന്ന് കാണുന്ന നീ ഇന്ന് അല്ല പിന്നെ കാണുന്നത്, നിന്നിൽ കൂടെ വലിയ പ്രവർത്തികൾ നാസറേനായ യേശു ചെയ്തു തരുമോ. അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ചേരുക. സ്തോത്രം. ഇന്നലെ വരെ അച്ചൻകോവിലാറിന്റെ അകത്ത് ചില ഓളങ്ങൾ സംഭവിച്ചേക്കാം. പക്ഷേ അത് കടലിനോട് ചേർന്നപ്പോൾ ഓളങ്ങൾ മാറി വൻ തിരകൾ സൃഷ്ടിക്കപ്പെടാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്തൊന്ന് കേട്ടോണേ. അച്ചൻകോവിലാറിന്റെ അകത്ത് ഇന്നലെ വരെ ചില ബോട്ടുകളോ വള്ളങ്ങളോ മാത്രമേ നീന്തിയിട്ടുള്ളൂ. ഇപ്പം കടലിനകത്ത് കയറിയപ്പോൾ എടാ വൻ കപ്പലുകൾ അതിനകത്തോട് ഓടാൻ തുടങ്ങി. ഓ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞാൻ ആത്മാവിൽ ഡിക്ലെയർ ചെയ്ത് പറയാ, ഒരുവൻ ക്രിസ്തുവിലായാൽ നിന്റെ അവസ്ഥകൾ മാറും. ഇന്നലെ വരെ നീ കണ്ടിട്ടില്ലാത്തത് നീ കാണാൻ തുടങ്ങും. ഇന്നലെ വരെ നീ ചെയ്യാത്തത് യേശുവിന്റെ നാമത്തിൽ യേശുവിനോട് ചേരുമ്പോൾ അത് നിന്നിൽ കൂടെ വെളിപ്പെട്ടു വരും. മനസ്സിലായവർ കരങ്ങൾ അടിച്ച് എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്ക. ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾ ഏതാണ്ടൊക്കെ ക്രിസ്തുവിനോട് ചേരുന്നതിൻ്റെ അർത്ഥത്തിലോട്ട് നിങ്ങൾ കടന്നു വരികയാണ്. ആമീൻ. ഒരു 40 വയസ്സ് വരെ ഞാനെന്ന് പറയുന്ന ഒരു നദി ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനോടുകൂടി ചേർന്നപ്പോൾ, അല്ല യേശു ക്രിസ്തുവോട് ചേരുവാൻ ഞാൻ സ്നാനം എടുത്തു കഴിഞ്ഞപ്പോൾ, ഞാൻ യേശുവിനോട് ചേർന്നപ്പോൾ എൻ്റെ അകത്ത് വൻ തിരകൾ എഴുന്നേക്കാൻ തുടങ്ങി. ശത്രുവിനെ തകർക്കുന്ന വലിയ അഭിഷേകം എന്നിൽ കൊണ്ട് എഴുന്നേക്കാൻ തുടങ്ങി. ഒറ്റ കാരണമേ ഉള്ളൂ, ഞാൻ ക്രിസ്തുവുമായി ചേർന്നു. ആ ഒറ്റ കയറോഫിൽ ദൈവം അസാധ്യങ്ങളെ എൻ്റെ കരുത്തിൽ കൂടെ സാധ്യമാക്കി തന്നു. ഇതാണ് നിങ്ങൾ ക്രിസ്തുവിനോട് ചേരുമ്പോൾ നിങ്ങൾ ആള് മാറും. സ്തോത്രം. അപ്പോൾ ഇനിയും ഒരു നദിക്കും ഒരു പുഴയ്ക്കും അവന്റെ പേരില്ല. ഇനിയും അവനുള്ള പേര് കടലെന്നാണ്. സ്തോത്രം. നീ ക്രിസ്തുവിലായാൽ നിന്റെ പേര് പുത്തംപറമ്പിലെ മത്തായി സാറിന്റെ മകൻ ജെയിംസ് എന്നല്ല. ഐ ആം എ സൺ ഓഫ് ഗോഡ്. നിന്റെ പേര് മാറും. ആത്മാവിൽ സഞ്ചരിച്ചോട്ട് ഇന്ന് പൽക്കാലം ആത്മാവിൽ കരമറിച്ച് ദൈവ മക്കളുടെ സാന്നിധ്യം അതിവിടെ വെളിപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ. കണ്ടോ, ഞാൻ ഇന്നലെ വരെ കൈതവന KC ജോണിന്റെ മകൻ സാബു ജോൺ ആയിരുന്നെങ്കിൽ ക്രിസ്തുവിനോട് ചേർന്നപ്പോൾ എന്റെ പേര് മാറി, ഞാൻ പാസ്റ്റർ സാബു ആയി. സ്തോത്രം. ഇന്നലെ വരെ ആരെങ്കിലും എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ വീടിന്റെ അകത്ത് കയറിയിരുന്ന് നിലവിളിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് എന്ത് കേട്ടാലും അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു അഭിഷേകം സ്വർഗം എനിക്ക് തന്നിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം നീ ഏത് വിഷയത്തിൽ കൂടെ കടന്നു പോയാലും അതിനെ ഓവർകം ചെയ്യണമോ, ക്രിസ്തുവിനോട് ചേരുക. നിന്റെ പേര് മാറട്ടെ, നിന്റെ രൂപം മാറട്ടെ, നിന്റെ ശക്തി വർദ്ധിക്കട്ടെ. സ്തോത്രം. വീണ്ടും കടൽക്കരയിലോട്ടും തിരിച്ചു വന്നേ, കടൽക്കരയിലോട്ടും തിരിച്ചു വന്നേ. ഇന്നലെ വരെ അച്ചൻകോവിലാറിൻ്റെ അകത്ത് വലുതായിട്ട് മീൻപിടുത്തം ഒന്നും നടന്നിട്ടില്ല. ചെറിയ 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 ചിന്ന പണികളെ നടന്നിട്ടുള്ളൂ. കടലിനോട് ചേർന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കപ്പലുകളാ. ഇപ്പോൾ കപ്പലുകളായി ഇടവും വലവും ഓടുന്നത് മത്സ്യബന്ധനത്തിന് വേണ്ടി. സ്തോത്രം. എടാ, നീ ക്രിസ്തുവിലായാലുണ്ടല്ലോ നിന്നിൽ കൂടെ വെളിപ്പെട്ടു വരുന്ന ഫലങ്ങൾ അത് എത്ര പറിച്ചെടുത്താലും എത്ര കോരിയെടുത്താലും തീരാത്തവണ്ണോ ക്രിസ്തുവിൽ ചേർന്നവനെ ദൈവം സമൃദ്ധിയായി. ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയാം. പേഴ്സണലി ഞാൻ സമൃദ്ധി പ്രസംഗിക്കുന്നവനാണ്. എനിക്കൊരു ലക്ഷ്യം തോന്നിയിട്ടില്ല. എൻ്റെ യേശു അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഒരു ആമീൻ പറയാൻ പറ്റുമോ? യേശു അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഒന്നുമില്ലാത്തതിൻ്റെ അകത്ത് നിന്നെ ഉള്ളവനെ പോലെ സമൃദ്ധിയായി നടത്തുന്ന ദൈവമാണ്.
സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രസംഗിച്ചില്ലേ, ഞങ്ങൾ വീണ് കിടക്കുന്നവരെങ്കിലും ഞങ്ങൾ തകർന്നു പോകുന്നില്ല. കാരണം ക്രിസ്തുവിൽ ലയിച്ചത് കൊണ്ട്. എന്നിട്ട് പറയുന്നു, ഞങ്ങൾ ദരിദ്രരെങ്കിലും ഞങ്ങൾ അനേകം പേരെ സമ്പന്നന്മാരാക്കുന്നു. എടാ, എനിക്ക് ദാരിദ്ര്യമുണ്ടായാലും എന്റെ ശുശ്രൂഷയിൽ കൂടെ ആയിരക്കണക്കിന് ജനങ്ങൾ അവരെ സമ്പന്നന്മാരാകും. അത്തരമൊരു അഭിഷേകമാ ക്രിസ്തുവിൽ ചേർന്നവന് വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്നത്. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പ്രിയ മക്കളെ, ഞങ്ങൾക്ക് പല കുറവുകളുണ്ടാവും. സ്തോത്രം. പക്ഷെ ഈ കുറവിൻ്റെ അകത്ത് നിന്നുകൊണ്ടാണ് നിങ്ങളെ ഞങ്ങൾ പ്രാർത്ഥിച്ച് സമ്പന്നന്മാരാക്കുന്നത്. ഇതൊരു കുറഞ്ഞ കാര്യമല്ല. ദൈവദാസന്മാർ നിങ്ങൾക്ക് തട്ടിക്കളിക്കാനുള്ളവരല്ല. നിന്നെ സമൃദ്ധിയിൽ കൊണ്ടുവരുവാനുള്ള അധികാരം ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ചില ബുദ്ധിമുട്ടുണ്ടായാലും അതിൻ്റെ അകത്ത് നിന്ന് ഞങ്ങളെ പ്രാർത്ഥിച്ച് സമ്പന്നന്മാരാക്കും. യേശുവിന്റെ നാമത്തിൽ അത്ര ചില സമ്പന്നന്മാർ ഈ ഹോളിന്റെ അകത്തോടെ എഴുന്നേക്കട്ടെ. ലക്ഷക്കണക്കിന് രൂപ കടഭാരത്തിൽ കിടക്കുന്ന ചില വ്യക്തികളെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പൽക്കാലം തമ്പുരാൻ സമ്പന്നന്മാരാക്കട്ടെ. സ്തോത്രം. പെട്ടെന്ന് പോകുക, തിരിച്ചു വരട്ടെ. കടലിനോട് നദികൾ ചേർന്നു, നദികളുടെ പേര് മാറി കടലിന്റെ പേര് വീണു. സ്തോത്രം. ക്രിസ്തുവിനോടുകൂടി നമ്മൾ ചേർന്നപ്പോൾ നമ്മുടെ പേര് മാറി നമ്മൾ ദൈവത്തിന്റെ പ്രിയ മകനും മകളുമായി. സ്തോത്രം. നാളെ ഒരു ദിവസം ഈ അച്ചൻകോവിലാർ അങ്ങ് മസിൽ പിടിക്കുക. എനിക്ക് ഈ പരിപാടി പറ്റത്തില്ല. കടലുമായിട്ട് ചേർന്നൊരു പരിപാടി എനിക്ക് വേണ്ട. എനിക്ക് സ്വതന്ത്രമായിട്ട് ഇങ്ങനെ അങ്ങ് ഒഴുകിയാൽ മതി, ചെറുകെ പോയാൽ മതി, കൊച്ചു 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 വള്ളങ്ങൾ വന്ന് മീൻ പിടിച്ചുകൊണ്ട് പോയാൽ മതി, എനിക്ക് ചെറിയ ഓളങ്ങൾ ഉണ്ടാക്കിയാൽ മതി. ഇവൻ്റെ കൂടെ കിടന്നാൽ ശരിയാകത്തില്ല, ഇവൻ്റെ കൂടെ നിന്നാൽ ഫയർ പോലെ നിന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അങ്ങ് സ്കിറ്റ് ചെയ്ത് പോയേക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുമോ? ചേർന്നതാ. ഒരു സ്തോത്രം പറ. കടലിൽ ചേർന്നോ? നീ കടലിൽ ചേർന്നതാ. നിനക്ക് വേണ്ടെന്ന് പറഞ്ഞാലും നിന്റെ മണ്ടയ്ക്ക് ഞാൻ തിരയടിപ്പിക്കും. സ്തോത്രം. നിനക്ക് വേണ്ടെന്ന് പറഞ്ഞാല് നീ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമായ മത്സ്യസമ്പത്ത് നിന്റെ അകത്ത് ഞാൻ കൊണ്ടുവരും. സ്തോത്രം പറ, സ്തോത്രം പറ. നിനക്ക് വേണ്ടെന്ന് പറഞ്ഞാല് വൻ കപ്പലുകളെ നിന്റെ മുകളിൽ കൂടെ ഞാൻ ഓടിക്കും. ഒരു സ്തോത്രം പറ. ഇന്ന് പാൽക്കാലം നീ ക്രിസ്തുവിനോട് ചേർന്ന് പോയോ, നിനക്ക് പിന്നെ ഒരു പുറകോട്ടൊരു പോക്കില്ല. നിനക്ക് അവന്റെ കൂടെ മുന്നോട്ട് പോയേ മതിയാവൂ. സ്തോത്രം. അതുകൊണ്ടാണ് ഗലാത്യർ 2:20 പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. പൗലോസ് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നതോ ഞാനല്ല, ക്രിസ്തു മാത്രമേ എന്നിൽ ജീവിക്കുന്നത്. ക്രിസ്തുവിനോട് ചേർന്ന ഒരഭിഷിക്തൻ പറയുകയാണ്, ഇനി എന്നിൽ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു മാത്രമേ. കമോൺ. എത്ര പേർക്ക് സന്തോഷമുണ്ട്, എത്ര പേർക്ക് സന്തോഷമുണ്ട്. എടാ, പൗലോസിന് പറയാൻ പറ്റത്തില്ല, എനിക്ക് ഇവൻ്റെ കൂടെയുള്ള പരിപാടി വേണ്ട, എനിക്കൊരു സമയം ഇദ്ദേഹം റെസ്റ്റ് തരത്തില്ല, ഒന്ന് കഴിയുമ്പോഴത്തേന് മറ്റൊന്നിനു വേണ്ടി എന്നെ ഓടിക്കുകയാണ്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പ്രശ്നം, ജയിലിൽ നിന്ന് ഇറങ്ങാൻ എനിക്ക് സമയമില്ല. ആമീൻ. കള്ളന്മാരാലുള്ള ആപത്ത്. സ്തോത്രം. പിന്നെ സഹോദരന്മാരാലുള്ള ആപത്ത്. അമ്പോ, അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. സഹോദരന്മാരാലുള്ള ആപത്ത്. അപ്പോൾ ഒരു കാര്യം എനിക്കിപ്പോൾ മനസ്സിലായി, പൗലോസ് കൊണ്ടു നടന്ന സഭയ്ക്കകത്തുനിന്ന് ശരിക്കും പുള്ളിക്കാരന് ശരിക്കും വിശ്വാസം ഇത് കിട്ടിയിട്ടുണ്ട്. സ്തോത്രം, സ്തോത്രം. നല്ലതുപോലെ വേണ്ടാത്ത വർത്തമാനത്തിൻ്റെ അകത്തൊക്കെ പുള്ളിക്കാരെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, സഹോദരന്മാരാലുള്ള ആപത്ത്, നമ്മുടെ കൂടെ നടക്കുന്നവരെ കൊണ്ടുള്ള ഒരു ആപത്ത്. അതുകൊണ്ട് പൗലോസ് പറയാ, എനിക്ക് ഏടാകൂടം വേണ്ട കർത്താവേ, ഞാൻ എൻ്റെ പഴയ പണിക്കങ്ങ് പോകുക എന്ന് പറയാനേ പറ്റൂ. ക്രിസ്തുവിലായവന് രണ്ടാമതൊരു തിരിച്ചു പോക്കില്ല. അതുകൊണ്ടാണ് അവൻ വിളിച്ചു പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവനാ. ഇതിനകത്ത് ക്രിസ്തുവിനോട് ചേർന്ന ഒരു വ്യക്തിയെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പാൽക്കാലം വചനം പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടി ക്രൂശിക്കപ്പെട്ടവരാ. അതുകൊണ്ട് ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ക്രിസ്തു മാത്രമേ ജീവിക്കുന്നത്. സ്തോത്രം. മനസ്സിലായോ? ഇനി എൻ്റെ മണ്ടയ്ക്ക് എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും എനിക്കൊരു തിരിച്ചുപോക്ക് കഴിയില്ല. കാരണം ഞാൻ ക്രിസ്തുവിൽ ചേർന്നവനാണ്, ക്രിസ്തുവിൽ ചേർന്നവനാണ്.
ആർക്കും എന്നെ ഇതിൻ്റെ അകത്തുനിന്ന് പിടിച്ചു പറിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ കടലിനോട് ചേർന്ന ഒരു പുഴയാണ്. ഇന്ന് എനിക്ക് എൻ്റേതായിട്ടൊരു അഡ്രസ്സില്ല. എൻ്റെ അഡ്രസ്സ് കടലിൻ്റെ കെയർ ഓഫിലാണ്. സ്തോത്രം. അഭിഷേകമുള്ള കടലിൻ്റെ കെയർ ഓഫിൽ, യേശുവിൻ്റെ കെയർ ഓഫിലാണ് ഇന്ന് ഞാൻ അറിയപ്പെടുന്നത്, നിൽക്കുന്നത്. അതുകൊണ്ട് സകലത്തിനെ ഓവർകം ചെയ്യാനുള്ള അഭിഷേകം സ്വർഗം എനിക്ക് തന്നിട്ടുണ്ട്. എനിക്ക് അതുകൊണ്ട് തന്നെ തിരിഞ്ഞൊരു പോക്കില്ല. അതാ പൗലോസ് പറയുന്നത്. ഒത്തിരി കഷ്ടതകൾ എഴുതി കാണിച്ചിട്ട് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനോടൊരു ക്രൂശിക്കപ്പെട്ടവരാണ്. ഇനി ഞാനല്ല എന്നിൽ ജീവിക്കുന്നത്, ക്രിസ്തു. ഇവിടെ ഇരിക്കുന്ന സ്നാനപ്പെട്ട എത്ര പേർക്ക് തൻ്റെ ഇടത്തോടെ കൈവച്ചിട്ട് പറയൂ, ഞാനല്ല ജീവിക്കുന്നത്, എന്നിൽ ക്രിസ്തുവാണെന്ന്. സ്തോത്രം. അത് പറയാനുള്ള തൻ്റെ ഇടം എന്ന് നിനക്കുണ്ടാകുന്നു, അന്ന് നീ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. അന്ന് ഇന്നലെ വരെ നീ ഒരു പുഴയായിരുന്നെങ്കിൽ നീ ക്രിസ്തുവിനോട് ചേർന്നത് കൊണ്ട് ഇനി നീ ഏൺ ചെയ്യാൻ പോകുന്നത് ലക്ഷങ്ങളല്ല, ഇനി നീ ഏൺ ചെയ്യാൻ പോകുന്ന കോടികൾ, അതിനപ്പുറമായിരിക്കും. ഓ, അത് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുന്നു, കഴിഞ്ഞ കുറെ വർഷമായി നീ ചിലതിന്റെ പിറകെ ഓടി 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 ഇതുവരെ ഒരു നന്മയും നിനക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുന്നു, ഈ വരുന്ന ചില മാസത്തിനുള്ളിൽ നിന്റെ ഓട്ടത്തിന് പ്രതിഫലം കിട്ടാൻ പോകുക. കോടികൾ നിന്റെ ഭാഗ്യത്തിനകത്ത് യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുന്നു. സ്തോത്രം. എന്നോട് കർത്താവ് ഇങ്ങനെ പറയാൻ പറയുന്നു, നീ കഴിഞ്ഞ കുറെ വർഷങ്ങളായി അധ്വാനിച്ച് നീ എല്ലാം നഷ്ടപ്പെട്ടവനാണോ? ഈ ചില മാസത്തിനുള്ളിൽ നിന്നെ കോടികൾ നിന്റെ ബാങ്ക് ബാലൻസിനകത്ത് കൊണ്ടിട്ട് സ്വർഗം നിന്നെ ബ്ലസ് ചെയ്യുന്നു എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. അത് ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുത്തു. നിന്റെ അവസ്ഥകൾ മാറാൻ പോകുന്നു, നിന്റെ ബാങ്ക് ബാലൻസ് വർദ്ധിക്കാൻ പോകുന്നു, നിന്റെ കടക്കടി കെട്ടാൻ പോകുന്നു, നിന്റെ മുകളിൽ ദൈവം കോടികൾ കൊണ്ടിട്ട് നിറയ്ക്കാൻ പോകുന്നു. ചില മാസങ്ങൾ അടുത്തു വരുന്നുവെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. വേണ്ടവർ അതിനെ സ്വീകരിക്കുക.